ബിഗ് ബോസ് ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഇന്ന് രാവിലെ ഒരു മോർണിംഗ് ടാസ്ക് ഉണ്ടായിരുന്നു. അതിൽ കണ്ടസ്റ്റൻസിന് ഇഷ്ടമുള്ളവർക്കും ഇഷ്ടമില്ലാത്തവർക്കും ഓരോരോ നിക്ക് നെയിം കൊടുക്കുക എന്നതായിരുന്നു ടാസ്ക്. ആ ഒരു ടാസ്കിൽ രേണു സുധിയെ വളരെയധികം വേദനിപ്പിച്ചിട്ടുള്ളൊരു കാര്യമായിരുന്നു അക്ബർ പറഞ്ഞിട്ടുള്ളൊരു കാര്യം. അക്ബർ ഇഷ്ടപ്പെടുന്ന ആളെ വിളിച്ചത് ഒണിയലിനെയായിരുന്നു, ഇഷ്ടപ്പെടാതെ വിളിച്ചിട്ടുള്ളത് രേണു സുധിയായിരുന്നു കേട്ടോ. രേണു സുധിക്ക് കൊടുത്തിട്ടുള്ള നിക്ക് നെയിം എന്ന് പറയുന്നത് സെപ്റ്റിക് ടാങ്ക് എന്നായിരുന്നു. അത് സന്തോഷപൂർവ്വം ആ സമയത്ത് താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ട് രേണുസുധി സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് ഇങ്ങനെ ആലോചിച്ച് രേണുസുധി ഇപ്പോൾ അത് എന്നെ അങ്ങനെ പറഞ്ഞ് വളരെ മോശമായി പോയി, സെപ്റ്റിക് ടാങ്ക് എന്ന വേർഡ് ഞാൻ ആദ്യമായിട്ടാണ് ഒരു നിക്ക് നെയിമായിട്ട് കേൾക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് മറ്റുള്ള കണ്ടസ്റ്റൻസിനോട് തൻ്റെ പരാതി പറയുകയാണ് ചെയ്യണത് കേട്ടോ ഈ ഒരു ലൈവിൽ. അപ്പോൾ ഇത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് രേണുസുധിക്ക് ആ ഒരു ടാസ്ക് കഴിഞ്ഞതിന് ശേഷം അക്ബറിനോട് നേരിട്ട് പോയി ചോദിക്കാമായിരുന്നു, എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനൊരു നെയിം തന്നു, അല്ലെങ്കിൽ ഞാനൊരു വിധവയല്ലേ, അല്ലെങ്കിൽ അമ്മയല്ലേ, ഒരു സ്ത്രീയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് വിക്ടിം കാർഡ് ഈ ഒരു ലൈവിൽ ഇറക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് നേരിട്ട് എന്തുകൊണ്ട് അക്ബറിനോട് പോയി ചോദിക്കുന്നില്ല? ഒരു സേഫ് ഗെയിമാണോ രേണു കളിക്കുന്നത്? വലിയ ഒരു കോൺട്രിബ്യൂഷനൊന്നും അതിൽ നിന്നും എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഓൾസോ രേണുസുധി ഇഷ്ടപ്പെടാതെ വിളിച്ചിട്ടുള്ള ഒരാൾ അക്ബർ തന്നെയാണ്. അക്ബറിന് കൊടുത്തിട്ടുള്ള പേരെന്ന് പറയുന്നത് വേട്ടപ്പട്ടി എന്നായിരുന്നു കേട്ടോ. അപ്പോൾ രേണുസുധിക്ക് പ്രതികരിക്കാൻ മറ്റുള്ളവരോട് പരാതി പറയുന്നതിന് പകരം ഒന്ന് അക്ബറിനോട് പോയി പ്രതികരിക്കുകയാണെങ്കിൽ അതൊരു കണ്ടൻറ്റും കൂടി ആയേനെ. പക്ഷേ ഇവിടെ രേണുസുധി സേഫ് ഗെയിമാണ് കളിക്കുന്നത്. ഒരു വിക്ടിം കാർഡ് ഇറക്കുകയാണ് ചെയ്യണത്. ഒരു വിധവ കാർഡൊക്കെ ഇറക്കുന്നുണ്ട് കേട്ടോ ലൈവിൽ. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കൊരു കുറച്ച് ആ ഒരു വേർഡ് മോശമായിട്ടാണ് തോന്നിയത്. സെപ്റ്റിക് ടാങ്ക് എന്ന് പറയുന്നത് വേർഡ് മോശമായിട്ട് തന്നെയാണ് തോന്നിയത്. പക്ഷേ അവർക്ക് നേരിട്ടത് അവരോട് സൂചിപ്പിക്കാനുള്ള ഒരു അവസരം ബിഗ് ബോസിലുണ്ട്. ഗെയിം കളിക്കാനാണ് വന്നിട്ടുള്ളത്. മെൻ്റലി ഇമോഷണലി ഒക്കെ തകർക്കാനുള്ള എല്ലാ ഗെയിം പ്ലാനോട് കൂടിയായിരിക്കും മറ്റുള്ള കണ്ടസ്റ്റൻസും വന്നിട്ടുണ്ടാവുക. അപ്പോൾ ഇതൊക്കെ ഒന്ന് നേരിടാനുള്ള ഒരു ഇതില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് 100 ദിവസം അവിടെ രേണുസുധിക്ക് അവിടെ നിൽക്കാനായിട്ട് സാധിക്കുക? സോ ഇത് പ്രതികരിക്കുക, അല്ലെങ്കിൽ വിക്ടിം കാർഡ് ഇറക്കുക. സേഫ് ഗെയിമാണ് ഇവിടെ രേണുസുധി കളിക്കുന്നത്. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തും.